കടുവയിറങ്ങുന്ന കാട്ടിലെ സഫാരി പോയപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില കാഴ്ചകളാണ് കാണാൻ പറ്റിയത്. ടൈഗർ സൈറ്റിങ്ങിന് പേര് കേട്ട മോയാറിലും സിംഗാരയിലും കടുവയെ തപ്പി നടക്കുന്ന പരിശ്രമത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ തന്നെ താമസിക്കാൻ പോകുന്ന റിസോർട്ടിലെത്തി ഒന്ന് ഫ്രഷപ്പ് ആയി പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. വൈൽഡ് ഡോഗ്സിന്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. കാണാൻ കുറുക്കന്റെ ഒരു കട്ടൊക്കെ ഉണ്ടെങ്കിലും ആള് നിസ്സാരക്കാരനല്ല. കൂട്ടത്തോടെ ജീവിക്കുകയും കൂട്ടത്തോടെ വേട്ടയാടുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. അതുകൊണ്ട് തന്നെ വലിയ ഇരകളെ പോലും കീഴടക്കാൻ ഇവർക്ക് കഴിയും. മനുഷ്യരെ അപൂർവമായ ആക്രമിക്കാറുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. വൈൽഡ് ഡോഗിന്റെ ഗ്യാങ് പോയതും ദാ നിൽക്കുന്നു അടുത്തയാള്. എന്റെ പൊന്നോ, ഞാൻ വിചാരിച്ചു വല്ല കരടിയോ മറ്റോ ആണെന്ന്. പക്ഷെ കരടിയല്ല ഗൈസ്, കാട്ടുപന്നിയായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, രാത്രി 9 മണിക്ക് ശേഷം ഒരു കാരണവശാലും റൂമിന് പുറത്തിറങ്ങാൻ പാടില്ല. ഇതുപോലെ ബാൽക്കണിയിൽ ഇരുന്ന് മാത്രം നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. രാത്രിയാകുമ്പോൾ ഇഷ്ടം പോലെ മാനൊക്കെ ഈ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ 5:30 തന്നെ റെഡിയായി നമ്മൾ മോയ റൂട്ടിലേക്ക് ജീപ്പ് സഫാരിക്ക് പോവുകയാണ്. അതിരാവിലെ തന്നെ പോയാൽ എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇറങ്ങിയത്. മോയ റൂട്ട് കയറിയതും ആദ്യം തന്നെ ഇഷ്ടം പോലെ മാൻകൂട്ടത്തെയും മയിലിനെയും ഒക്കെ കാണാൻ തുടങ്ങി. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഒരാൾ ഇതാ തുള്ളി വരുന്നു. ഇതാണ് ഗ്രേ ലംഗൂർ. വീണ്ടും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു മ്ലാവിനെയും കണ്ടു. കുറച്ച് പരിഷ്കാരത്തോടെ നമുക്ക് ഇതിനെ സാമ്പാർ ഡിയർ എന്നും വിളിക്കാം. അങ്ങനെ സഫാരിയുടെ എൻഡിങ് പോയിന്റ് എത്തി. ഇതാണ് മോയാർ ഡാം. ഇതിന്റെ അപ്പുറത്ത് കർണാടകയാണ്. അവിടെ കുറച്ചു നേരം ചെലവഴിച്ച് വന്ന റൂട്ട് തന്നെ തിരിച്ചു മടങ്ങി. എന്തായാലും ഒരൊറ്റ സഫാരിയിൽ ഇത്രയെങ്കിലും വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റിയല്ലോ, സന്തോഷം. ഇനി നമ്മൾ പോകുന്നത് സിംഗാരയാണ്. മോയാർ പോലെ തന്നെ സിംഗാരയും ടൈഗർ സൈറ്റിങ്ങിന് ഫേമസ് ആയിട്ടുള്ള റൂട്ടാണ്. ഈ റൂട്ടിൽ വന്നിട്ട് അങ്ങനെ ആനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. പക്ഷെ കൊടും കാടിന് നടുവിലൂടെയുള്ള സഫാരി ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മലയുടെ മുകളിലുള്ള ഒരു അമ്പലം കാണാൻ വേണ്ടിയാണ്. വിഭൂതിമല മുരുകൻ ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അത്യാവശ്യം ഓഫ് റോഡ് കയറി വേണം ഇവിടേക്ക് എത്താൻ. ചുറ്റും മലകളൊക്കെ നല്ല 360 വ്യൂ ആണ് ഇവിടുന്ന്. അവിടെയും കുറച്ചു നേരം ചെലവഴിച്ച് തിരികെ റൂമിലോട്ട് മടങ്ങി. രാത്രിയാകുമ്പോൾ ഇവിടെ ഒടുക്കത്തെ ആംബിയൻസ് ആട്ടോ. ജസ്റ്റ് ഒന്ന് റൂമിൽ പോയതും പുറത്ത് നിന്ന് ചെറിയ സൗണ്ട് ഒക്കെ കേട്ട് ഡോർ തുറന്നു നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു ഒരു കൊമ്പനാന. ഇതിവിടുത്തെ സ്ഥിരം ഗസ്റ്റ് ആണ്. ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അതിനെയും ശല്യം ചെയ്യാതിരുന്നാൽ മതി. കുറച്ചു നേരം കോമ്പൗണ്ടിന് അത് ചുറ്റിത്തിരിഞ്ഞ് അത് തിരികെ കാട്ടിലോട്ട് മടങ്ങി. അപ്പൊ മസനഗുഡി സീരീസ് ഇവിടെ തീർന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് റൈഡിൽ കാണാം. അപ്പൊ ഓക്കെ, ബൈ.